ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് നല്ല കിട്ടില്ല കളിയല്ലേ. മഴ മൂലം കളി നടക്കൂല എന്നാണ് വിചാരിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയുടെയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും കളി ഇതുപോലെ വാഷ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളി നടക്കൂല എന്ന് തന്നെയാണ് ഉറപ്പിച്ചത്. പക്ഷേ കുറച്ച് വൈകിയാണെങ്കിലും 11 ഓവർ മാച്ചിന് രണ്ട് ടീമും റെഡിയായി. അങ്ങനെ രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ജസ്പ്രീത് ബുംറ വേഴ്സസ് വൈഭവ് സൂര്യവംശി. കാരണം കമൻട്രി ബോക്സിൽ നിന്ന് പോലും പറയുന്നുണ്ടായിരുന്നു വൈഭവ് സൂര്യവംശി ഒരു വണ്ടർ കിഡാണ്, ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു വൺസ് ഇൻ എ ജനറേഷൻ ബോളറാണ്. ഇവർ രണ്ടുപേരും കൂടി ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും ഒരു ചില്ലറ പരിപാടി ആവത്തില്ല എന്നല്ല എന്തായാലും ആൾക്കാർക്ക് ഉറപ്പായിരുന്നു. ഒരു വമ്പൻ ഏറ്റുമുട്ടൽ തന്നെയാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത്. എന്തായാലും ജസ്പ്രീത് ബുംറയാണ് നമുക്കറിയാം. ഇപ്പോൾ ആധുനിക ക്രിക്കറ്റിലെ ഗ്രേറ്റ് T20 ബാറ്റ്സ്മാൻമാർ പോലും ജസ്പ്രീത് ബുംറയെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കാറില്ല. നമ്മുടെ ഓർമ്മയിൽ തന്നെ വരുന്ന കുറച്ച് ഇപ്പോൾ ഇംഗ്ലീഷ് 10-20 റൺസ് അടിച്ചത് കഴിഞ്ഞ T20 കഴിഞ്ഞ IPL ക്വാളിഫയറിൽ അടിച്ചത്, അല്ലെങ്കിൽ കമിൻസ് ബുംറേനെ അടിച്ചത്, അങ്ങനെ ചിലതൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം പ്ലെയേഴ്സും അങ്ങനെ ബുംറേനെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കാറില്ല. ബുംറയുടെ ഓവർ വെറുതെ വിടുക തന്നെയാണ് ചെയ്യാറ്. ഡൽഹി വേഴ്സസ് മുംബൈ കളിയിൽ പോലും നമ്മൾ കണ്ടതാണ് സമീർ ഋഷി ബുംറയ്ക്കെതിരെ എങ്ങനെയാണ് കളിച്ചതെന്നുള്ളത്. കാരണം ബുംറയുടെ റെപ്യൂട്ടേഷൻ അതാണ്. ബുംറേനെ ആരും അങ്ങനെ അങ്ങോട്ട് കയറി അങ്ങ് അറ്റാക്ക് ചെയ്യില്ല. ബുംറയ്ക്ക് മാക്സിമം റെസ്പെക്റ്റ് കൊടുത്ത് ആ ഓവർ എങ്ങനെയും തള്ളി നീക്കാൻ തന്നെയാണ് ബാറ്റ്സ്മാൻമാർ നോക്കുള്ളൂ. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ 11 ഓവറേ ഉള്ളൂ. എല്ലാ ഓവറിലും റൺസ് അടിച്ചേ പറ്റും. ആദ്യത്തെ ഓവറിൽ യശസ്വി ജയ്സ്വാൾ ആസ് യൂഷ്വൽ പുള്ളിയുടെ സ്ട്രോക്ക് പ്ലേ, പുള്ളി പവർ പ്ലേ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന പ്ലെയറാണ്. ദീപക് ചാറിനെ അടിച്ചട്ടം കയറ്റി 22 റൺസ് അടിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നിൽക്കുകയാണ് രാജസ്ഥാൻ. അടുത്ത ഓവറിൽ ബുംറ വരുന്നു. കുറച്ചൊന്ന് ടൈറ്റ് ആക്കാനായിട്ട് തന്നെയാണ് ബുംറ വരുന്നത്. സ്ട്രൈക്കിൽ വൈഭവ് സൂര്യവംശി എത്തുന്നു. അപ്പോൾ അങ്ങനെ ഹർഷ ഭോഗ്ലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആദ്യമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്, എന്താണ് നടക്കുക എന്ന്. കാലിലേക്കൊരു ലെഗ് സ്റ്റമ്പിന് പുള്ളിയുടെ കാല് ലക്ഷ്യമാക്കിയിട്ടാണ് ബുംറയുടെ ഒരു പന്ത് വരുന്നത്. ഒരു കിഡിലൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ കിഡിലൻ ഷോട്ട്. ലെഗ് സൈഡ് ബുള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത് വൈഭവ് സൂര്യവംശിയാണ്. ലെഗ് സൈഡ് അത്രയും സ്ട്രോങ്. ആ ബാറ്റ് ലിഫ്റ്റൊക്കെ കാണണം, അത്രയും മുകളിൽ നിന്ന് ആ മാക്സിമം പവർ ആ ഷോട്ടിന് കൊടുക്കുകയാണ് പുള്ളി. വൈഭവ് സൂര്യവംശി ബുംറയ്ക്കെതിരെ 2 സിക്സറിലാണ് ആ ഓവറിൽ നേടുന്നത്. പിന്നീട് ബുംറ എറിയാൻ വരുന്നത് വൈഭവ് സൂര്യവംശി ഔട്ടായതിനു ശേഷമാണ്. വൈഭവ് സൂര്യവംശി ഇപ്പോൾ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, അത് ബുംറേനെ അടിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ബുംറേനെ ആ ഓവർ വൈഭവ് സൂര്യവംശി പഞ്ഞി കിട്ടുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും കഴിഞ്ഞ വർഷമാണ് വൈഭവ് സൂര്യവംശി IPL ഇറങ്ങുന്നത്. ഫസ്റ്റ് ബോൾ താൻ ബേസ് ചെയ്ത ഫസ്റ്റ് ബോൾ ഷർദു ഠാക്കൂറിൻ്റെ ബോൾ തന്നെ 6 അടിച്ചുകൊണ്ടാണ് IPL തൻ്റെ വരവറിയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ആ സീസണിൽ ഒരു സെഞ്ചുറി നേടുകയും ഒരു പെട്ടെന്ന് തന്നെ ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് മാറുകയും ചെയ്തു അദ്ദേഹം. പിന്നീട് ഇന്ത്യക്ക് വേണ്ടിയിട്ടും അദ്ദേഹം നിരവധി മികച്ച പെർഫോമൻസുകൾ അണ്ടർ-19 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വരെയായി. ഇന്ത്യ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ ഇറങ്ങുകയും ഇന്ത്യയുടെ നെക്സ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ബോയ് ഇമേജിലോട്ട് എത്താനുള്ള എല്ലാ കഴിവും ടാലൻറ്റും ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ ആൾക്കാർ വിധി ചെയ്തേക്കുന്ന ഒരു പ്ലെയറാണ്. മറ്റ് യങ് സെൻസേഷൻസ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സച്ചിൻ, ദിനേശ് കാർത്തിക്, മുഖ്ചന്ദ്, പൃഥ്വി ഷാ വരെ എത്തിക്കുന്ന യങ് സെൻസേഷൻസ് ഒക്കെ അവർ ടെസ്റ്റ് ക്രിക്കറ്റ് അല്ലെങ്കിൽ റെഡ് ബോൾ ക്രിക്കറ്റിലാണ് അവർ കൂടുതൽ ടാലൻറ്റ് പ്രകടിപ്പിച്ച് അങ്ങനെയാണ് അവർ ആ ഒരു വൻ ഹൈപ്പ് കിട്ടിയിരിക്കുന്ന ആ ഒരു ലെവലിലാണ്. വൈഭവ് സൂര്യവംശിയാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഈ T20 ക്രിക്കറ്റിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ശൈലി കൊണ്ടുവന്ന് അത് ഇത്രത്തോളം പോപ്പുലറായിട്ടുള്ള ഒരായിട്ട് മാറിയത്. അങ്ങനെ അദ്ദേഹം ഒരു സ്റ്റാറായിട്ട് മാറുന്നത്. IPL തന്നെ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഇത്രയും നല്ല സ്റ്റാർഡും കിട്ടിയ വേറെ പ്ലെയറിനോ എന്ന് ചോദിച്ചില്ല എന്ന് തന്നെയാണ് പറയാം. എന്തായാലും അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, കുറച്ച് വർഷങ്ങളല്ല കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വേണമെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാറാനായിട്ട് അദ്ദേഹം തയ്യാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വൈഭവ് സൂര്യവംശിയുടെ ഒരു എറ തന്നെയാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അപ്പോൾ എന്തായാലും വൈഭവ് സൂര്യവംശി ഔട്ടായതിനു ശേഷം പിന്നീട് ജയ്സ്വാൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ജയ്സ്വാളിൻ്റെ ഒരു കളി മികവ് നമ്മൾ പലപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. IPL ഒരു ഫാസ്റ്റസ്റ്റ് 50 ഉണ്ട്, അല്ലെങ്കിൽ IPL രാജസ്ഥാന് വേണ്ടി മികച്ച റെക്കോർഡ് ഉണ്ട്. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ വരാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള ഒരു പ്ലെയറാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ മാത്രം അദ്ദേഹം ഒതുങ്ങുകയാണ്. വളരെ നല്ല ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള പവർ പ്ലേ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഈ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീമിലോട്ട് പുള്ളിക്ക് കയറാൻ അവസരം കിട്ടുന്നില്ല. എന്തായാലും ODI ടീമിൽ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത കാലത്തൊക്കെ തീർച്ചയായിട്ടും വരാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. രോഹിത് ശർമ്മ ഇപ്പോൾ വിരമിച്ചതിന് ശേഷം ഓപ്പണിംഗ് പൊസിഷനിലോട്ട് വരാൻ ഏറ്റവും യോഗ്യതയുള്ള പ്ലെയർ യശസ്വി ജയ്സ്വാൾ തന്നെയാണ്. അപ്പോൾ ജയ്സ്വാൾ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുംറയ്ക്ക് 10 മുകളിൽ റണ്ണ് 2 ഓവറിലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് ചാറും ബോൾട്ടും ഓരോ ഓവർ വെച്ച് എറിഞ്ഞുള്ള 2 ഓവറിലും 22 റണ്ണ് വെച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ ആസ് യൂഷ്വൽ ഠാക്കൂറിന് 2 ഓവറിലും 18 റണ്ണ് വെച്ച് കിട്ടി.
കുറച്ചുകൂടി നല്ല രീതിക്ക് എറിഞ്ഞത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. അദ്ദേഹത്തിനാണ് കുറച്ചുകൂടി ബെറ്റർ. 8.7 എക്കണോമിയിൽ അദ്ദേഹം പന്തെറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ 11 ഓവർ തീരുമ്പോൾ രാജസ്ഥാൻ്റെ സ്കോർ ബോർഡിൽ 150 എന്ന് പറയുന്ന റൺസാണ് വന്ന് വീണത്. മുംബൈക്ക് സംബന്ധിച്ച് മുംബൈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് അതിനുണ്ടെങ്കിൽ പോലും രാജസ്ഥാൻ ബൗളിങ്ങും അത്യാവശ്യം സെറ്റാണ്. അപ്പോൾ എന്തായാലും ഈ സ്കോർ മുംബൈ മറികടക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അധികമൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ആദ്യത്തെ 2-3 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം തീരുമാനമായി. റിക്കൾട്ടൺ ഒരു അടിയടിക്കുന്നു, റിക്കൾട്ടൺ പോകുന്നു. സന്ദീപ് ശർമ്മ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയറാണ്. IPL ഒരുപാട് നാളായിട്ട് പഞ്ചാബിന് വേണ്ടിയിട്ടും സൺറൈസേഴ്സിന് വേണ്ടിയിട്ടും രാജസ്ഥാന് വേണ്ടിയിട്ടും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ബോളറാണ്. അതേ ഹെയർ സ്റ്റൈല്, അതേ ബോഡി ലാംഗ്വേജ്, അതേ ബിയേർഡ്, അതേ ബോളിംഗ് ആക്ഷൻ. അതുപോലെ തന്നെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ക്രിസ് ഗെയിൽ പോലത്തെ IPL ഓൾ ടൈം ലെജൻസിനെ ഏറ്റവും കൂടുതൽ പുറത്താക്കുന്ന ഒരു പ്ലെയറായിട്ട് കൂടി അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും അദ്ദേഹം രോഹിത് ശർമ്മേനെ പുറത്താക്കി. ഒരു അനാവശ്യ റിവ്യൂ കൂടി രോഹിത് ശർമ്മയുടെ കളഞ്ഞു. പിന്നെ തിലക് വർമ്മ, സൂര്യകുമാർ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം എന്ന് തന്നെ പറയാം. മുംബൈക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെയൊന്നല്ല കളിച്ചിരുന്നത്. ഇതൊട്ടും ഉത്തരവാദിത്തമില്ലാതെ വളരെ നിരുത്തരവാദിത്തപരമായിട്ടാണ് അദ്ദേഹം ഇന്നലെ കളിച്ചത്. പിന്നീട് ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നവംതിർ ആയിരുന്നു ഏക ആശ്വാസം. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടിയും വലിയൊരു തോൽവി. അങ്ങനെ 123 റൺസിന് മുംബൈയുടെ പോരാട്ടം അവസാനിക്കുകയുണ്ടായത്. പിന്നെ ആർച്ചറിൻ്റെ സ്പെല്ല് എടുത്ത് പറയണം. അതുപോലെ തന്നെ രവി ബിഷ്ണോയിനൊക്കെ വളരെ ചെറിയൊരു തോക്കി കിട്ടിയതാണ് രാജസ്ഥാൻ. എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്. ഇപ്പോഴത്തെ പർപ്പിൾ ക്യാപ്പും അദ്ദേഹത്തിനാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്പ് യശസ്വി ജയ്സ്വാളിനാണ്. അപ്പോൾ ഇന്നലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. എല്ലാവരും വൈഭവ് സൂര്യവംശിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബുംറേനെ അടിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ സെഞ്ചുറി അടിച്ചതിനേക്കാളും വലിയ ഹൈപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് യോഗ്യത ഉണ്ട്, കാരണം അടിച്ചത് ബുംറേനെയാണല്ലോ. പക്ഷേ യശസ്വി ജയ്സ്വാളിൻ്റെ ഇന്നിങ്സിനെ പറ്റി മറക്കരുത്, കാരണം അത്രത്തോളം മികച്ചൊരു ഇന്നിങ്സ് ആണ്. സ്റ്റിൽ ആ പ്ലെയർ അണ്ടർ റേറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ IPL സ്റ്റാറ്റ്സ് അണ്ടർ റേറ്റഡ് ആണെന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ODI ടീമിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ T20 ടീമിലൊക്കെ കളിക്കാനായിട്ട് നല്ല യോഗ്യതയുള്ള പ്ലെയർ തന്നെയാണ് യശസ്വി ജയ്സ്വാൾ. ഒരു ഹിറ്റർ അല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ തൊട്ട് 6 അടിച്ച് കളിക്കുന്ന പ്ലെയർ അല്ല എന്നുള്ളത് കൊണ്ട് പല നല്ല പ്ലെയേഴ്സും, അതായത് ഇപ്പം നിലവിലറിയാലോ ആങ്കർ റോഡ് കളിക്കുന്ന പ്ലെയേഴ്സിന് ആവശ്യമില്ല, ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിക്കുക. ഇപ്പോൾ നമ്മുടെ വൈഭവ് സൂര്യവംശിയെ പോലെ, അഭിഷേക് ശർമ്മയെ പോലെ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ച് കളി സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലെയേഴ്സിനെയാണ് ഇന്ത്യക്ക് നിലവിൽ T20 ആവശ്യം. അതുകൊണ്ട് മാത്രമാണ് യശസ്വി ജയ്സ്വാളിനെ പോലത്തെ പ്ലെയേഴ്സിനൊന്നും ഇന്ത്യൻ T20 ടീമിൽ അവസരം കിട്ടാത്തത്. എന്തായാലും അദ്ദേഹം ഇന്ത്യൻ T20 ടീമിന് വേണ്ടി കളിക്കും. അപ്പോൾ എന്തായാലും മുംബൈ അവർ രണ്ടാമത്തെ തോൽവിയാണ്. അവർക്ക് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവർ നല്ല ടീമുണ്ട്. വിൽ ജാക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ബാറ്റിംഗ് കുറച്ചുകൂടിയും സ്ട്രെങ്ത് ആവും. അതുപോലെ സ്പിൻ ബോളിംഗ് കുറച്ചുകൂടി നന്നാവും. അപ്പോൾ എന്തായാലും അടുത്ത മത്സരം RCBക്ക് എതിരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ RCBക്കും മുംബൈയുള്ള മത്സരം നമുക്കും പേഴ്സണലി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള മത്സരമാണ്. ആര് തോറ്റാലും നമുക്ക് ഹാപ്പിയാണല്ലോ. അപ്പോൾ എന്തായാലും ആ മത്സരത്തിന് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും താങ്ക് യു.